ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വടക്കേപ്പൊയിലൂരിലുള്ള ശ്രീ കുരുടൻകാവ് ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുകയാണ്. ഈ മാസം 19-ാം തീയതി ആന ഉൾപ്പെടെയുള്ള ആറാട്ട് ഉത്സവം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം കൂടെ ഇവിടെ വരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത വടക്കേപ്പൊയിലൂരിലാണ് പ്രസിദ്ധമായ ശ്രീ കുരുടൻകാവ് ദേവീക്ഷേത്രം. കണ്ണൂർ ടൗണിൽ നിന്ന് 40 കിലോമീറ്ററും പാനൂരിൽ നിന്ന് 9 കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ള ദൂരം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവ രീതികളും കൊണ്ട് ഏറെ വ്യത്യസ്തമാണ് ഈ ദേവസ്ഥാനം. ശ്രീ ഇളമന ശ്രീധരൻ നമ്പൂതിരി താമരശ്ശേരി ആണ് ഇവിടുത്തെ തന്ത്രി. കാസർഗോഡ് സ്വദേശിയായ ഫൽഗുനൻ നമ്പൂതിരിയാണ് മേൽശാന്തി. ശ്രീ എം സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ക്ഷേത്രകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഉത്സവ കമ്മിറ്റിയും മാതൃസമിതിയും ആറാട്ട് കമ്മിറ്റിയും ഒക്കെ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇത്രയും സമഗ്രമായ ചിട്ടയായ പ്രവർത്തനം നമ്മെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും. ഒരു ദേവാലയം അത് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ ഉന്നതിക്കും അഭിവൃദ്ധിക്കും കാരണമാകുമെന്നാണ് ദൈവജ്ഞരുടെ അഭിപ്രായവും അനുഭവത്തിൽ കണ്ടതും. പഴയകാലത്ത് കാടുപിടിച്ച ഒരു ഇടവഴിയിലായിരുന്നു ദേവിയെ വിളക്ക് വെച്ച് ആരാധിച്ചിരുന്നത്. പിന്നീട് സ്ഥലം ലഭിച്ചപ്പോൾ പുതിയതായൊരു ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ ദേവീ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പണ്ട് ആരാധിച്ചിരുന്ന സ്ഥലം ഇപ്പോഴും ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലായി കാണാം. കുരുടൻകാവ് ദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. ഉപദൈവങ്ങളായി വിഷ്ണുമൂർത്തിയും നാഗഭഗവതിയും യക്ഷിയും. ഉച്ചയോടടുക്കുന്ന നേരത്താണ് ഞാനിവിടെ എത്തിച്ചേരുന്നത്. തെങ്ങോലകൾ തണൽ വിരിക്കുന്ന ഒരു പറമ്പിന് നടുവിലാണ് കെട്ടിലും മട്ടിലും ഏറെ വ്യത്യസ്തതയുള്ള ഈ കാവ്. അവിടേക്കുള്ള വഴിയിലും മുറ്റത്തുമൊക്കെ നിറയെ ആളുകൾ. ട്രസ്റ്റ് പ്രസിഡന്റ്, മാനേജിംഗ് ട്രസ്റ്റി, മറ്റ് അംഗങ്ങൾ എന്നിവരുടെ പെരുമാറ്റം ഏറെ ഹൃദ്യമായിരുന്നു. എന്നെ അവിടേക്ക് ക്ഷണിച്ച കുഞ്ഞിക്കണ്ണേട്ടനും കൂടെയുണ്ടായിരുന്നു. ഞാനവിടെ എത്തുമ്പോൾ നട അടച്ചിരുന്നു. ഇനി തുറക്കുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. അതുകൊണ്ട് ദർശനം പിന്നീടൊരിക്കലാവാം. വേറിട്ട ഒരു നിർമ്മാണ രീതിയും പ്രത്യേകതയുമുള്ള ക്ഷേത്രക്കെട്ടാണ് ഇവിടെ കണ്ടത്. മിനുസപ്പെടുത്തിയ ചെങ്കൽ ചുമരുകൾ പോളിഷ് ചെയ്തിരിക്കുന്നു. ഇവിടെ യക്ഷിയെയും നാഗഭഗവതിയെയും തെയ്യമായി കെട്ടിയാടാറുണ്ട്. ഇതുവരെ പോയ ക്ഷേത്രങ്ങളിൽ യക്ഷിയുടെ സാന്നിധ്യം കണ്ടത് മണക്കായി പുലിപ്പശുക്കാവിലാണ്. എന്നാൽ അവിടെ കോലം കെട്ടിയാടാറില്ല. ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം കണ്ട മറ്റൊരു സ്ഥലം കായലോടുള്ള കൊടുങ്ങല്ലൂർ കൂർമ്പ ഭഗവതി ക്ഷേത്രമാണ്. അന്നദാനമാണ് ദാനങ്ങളിൽ ഏറ്റവും മഹത്തരം. വിശക്കുന്നവർക്ക് അന്നം നൽകുന്നിടത്തോളം പുണ്യം മറ്റൊന്നിനും ഇല്ല തന്നെ. ക്ഷേത്രത്തിന് പുറകുവശത്തായി അതിവിശാലമായ ഊട്ടുപുര. ദേവീ സാന്നിധ്യം ചാലിച്ച സദ്യ കഴിക്കാൻ നൂറുകണക്കിന് ആളുകൾ അന്നദാന ഹാളിലേക്ക് ഒഴുകിയെത്തുന്നു. സേവന സന്നദ്ധരായി ഒരുപാട് മനുഷ്യർ. ഇതൊരു അർപ്പണമാണ്. തളർച്ചയറിയാതെ പ്രവർത്തിക്കുന്ന മാതൃസമിതി അംഗങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. ദേവിയുടെ അനുഗ്രഹമായിരിക്കും അവരുടെ ഈ കുറവ ഊർജത്തിൻ്റെ സ്രോതസ്. അമ്മയാണ് ദേവി. ആ സ്നേഹത്തിന് അളവുമില്ല, അതിരുകളുമില്ല. ഭഗവതീ സ്നേഹം തുമ്പപ്പൂ പോലുള്ള ഈ ചോറുമണികളായി നമ്മിലേക്ക് പകർന്നു കിട്ടുന്നു. ഇനിയുമേറെ ആളുകൾ വരാനുണ്ടെന്ന ഭാവേന അടുപ്പിൽ തിളക്കുന്ന ചോറു ചെമ്പ്.
അപ്പോൾ ഒരു ഉത്സവം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ആയിരക്കണക്കിന് മനുഷ്യാധ്വാനം, അതാണ് ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം ഇവിടെ നമുക്ക് കാണാം. നൂറുകണക്കിന് ആളുകൾ എണ്ണയിട്ട യന്ത്രം കണക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഇത്തരം കാഴ്ചകൾ പിന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു നാട്ടിൻ്റെ ഒത്തൊരുമ, നാടിൻ്റെ എന്താ പറയുക, ഒരു തനിമ വിളിച്ചോതുന്ന ഒരു കാര്യമാണ് ഓരോ ഉത്സവങ്ങളും. ഒരു പ്രദേശത്തിലെ മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മ, അത് കൈമയും മറന്ന് രാപ്പകൽ വ്യത്യാസമില്ലാതെ ദിവസങ്ങളോളം അധ്വാനിച്ചുകൊണ്ട് അവരിങ്ങനെ പ്രവർത്തിക്കുകയാണ് ഈ ഉത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടി. അപ്പോൾ ഈ സ്ഥലം വടക്കേപ്പൊയിലൂർ കുരുടൻകാവ് ക്ഷേത്രം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലെത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ ഒട്ടേറെ പിന്നെ വ്യത്യസ്തതയുള്ളതാണ്. കുരുടൻകാവ് ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ്. അപ്പോൾ ഇവിടെയുള്ള മനുഷ്യരുടെ ആ ഒരു അധ്വാനം, അവർ പ്രസരിപ്പോടെ സന്തോഷത്തോടെ ഇങ്ങനെ അധ്വാനിക്കുന്നത് കാണുമ്പോൾ അത് തന്നെ ഒരു സന്തോഷം. ഡിസംബർ 11 മുതൽ 19 വരെ 9 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. 1-ാം ദിവസം ഉത്സവത്തിന് കൊടിയേറിയാൽ ഭഗവതിത്തോറ്റം, യക്ഷിത്തോറ്റം, നാഗഭഗവതിത്തോറ്റം, വിഷ്ണുമൂർത്തി വെള്ളാട്ടം, യക്ഷിത്തെയ്യം എന്നിവ നടക്കും. കൂടാതെ അന്നദാനവും ഉണ്ടാവും. അവസാന ദിവസമായ 9-ാം നാൾ പള്ളിയുണർത്തൽ, പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും. ഉച്ചയ്ക്ക് അന്നദാനം, വൈകുന്നേരം ധ്വജപൂജ, ആറാട്ടെഴുന്നള്ളത്ത്, തിരുവാറാട്ട്, ആറാട്ട് സദ്യ എന്നിങ്ങനെയാണ് ചടങ്ങുകൾ. വടക്കൻ കേരളത്തിൽ പണ്ടുപണ്ടേ നിലനിന്നിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തെയ്യവും തോറ്റവും ഉത്സവങ്ങളുമെല്ലാം. അവയുടെ കെട്ടും മട്ടും ഭാവവുമൊക്കെ മാറിയിട്ടുണ്ടാവാം, എന്നാലും അതിങ്ങനെ അനുസ്യൂതമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമായിരിക്കും. ഗുഡ് ബൈ.